ദൈവത്തിന്റെ തണലിൽ നീ വസിക്കുന്നു. വഴിയിൽ കാവൽ ദൂതന്മാർ മുന്നിടും, നിൻ പാദം കല്ലുകളാൽ പൊളിയാതെ കാത്തിടും. നിൻ വഴിയിൽ നിൻ കാവൽ ദൂതന്മാർ മുന്നിടും, നിൻ പാദം കല്ലുകളാൽ പൊളിയാതെ കാത്തിടും. നിനക്കകത്തും വരുകില്ല, ആപത്തും ഭവിക്കില്ല, ഉന്നതന്റെ സംരക്ഷണയിൽ നീ എന്നും ജീവിക്കും. ദൈവത്തിന്റെ തണലിൽ നീ എന്നും വസിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സഭ കാവൽ മാലാഖമാരുടെ തിരുനാൾ ആചരിക്കുകയാണ്. കത്തോലിക്ക സഭാ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജന്മം മുതലേ ഓരോ കാവൽ മാലാഖയെ നൽകിയിട്ടുണ്ട്. നമ്മുടെ ആത്മാക്കളെ തിന്മയിൽ വീഴാതെ കാക്കുവാനും നമുക്ക് വഴികാട്ടിയാകുവാനും ദൈവത്തിൻ്റെ വെളിച്ചവും സന്ദേശവും നമുക്ക് തരാനും ഓരോ മാലാഖമാരെ നൽകിയിരിക്കുന്നുവെന്ന ആശ്വാസ സന്ദേശമാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്നത്. മാലാഖമാർ വഴി നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ തിരുബലിയിൽ നമുക്ക് ഭക്തിപൂർവ്വം പങ്കുചേരാം. ഇന്നത്തെ ബലിയിൽ ഗബ്രിയേൽ അത്തിപ്പഴി ജന്മദിനത്തിൽ കർത്താവിന് നന്ദി പറയുന്നു. ഒപ്പം തൻ്റെ ക്യാൻസർ രോഗത്തിന് സൗഖ്യം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അലീന ജോസഫ് 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയതിനും +1 അഡ്മിഷൻ കിട്ടിയതിനും ദൈവത്തിന് നന്ദി പറയുന്നു. സെയിൻറ്റ് പോൾ ബോട്ട് ഇന്നത്തെ ബലി കൃതജ്ഞത ബലിയായി സമർപ്പിക്കുന്നു. കൂടാതെ നമ്മൾ ഇന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരർ സിഗ് ബണ്ടിക്കോത്തു, ആൻ്റണി കുരിശങ്കൽ, ഫ്രാൻസിസ് സൈമൺ ചെറിയപറമ്പിൽ, റെജീന ആൻ്റണി പുന്നയ്ക്കൽ, മരിയാൻ ഫെർണാണ്ടസ് ആൻഡ് ജെയിൻ ഫെർണാണ്ടസ്, വർഗീസ് ലൂക്ക തെക്കേപ്പാലയ്ക്കൽ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകല വിശുദ്ധന്മാരുടെയും സ്തുതിക്കുമായി ഈ ദിവ്യബലി നമുക്ക് അർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ക്രിസ്തുവേ കനിയണമേ.
അകർണീയമായ പരിപാലനത്താൽ അങ്ങേ വിശുദ്ധരായ മാലാഖമാരെ ഞങ്ങളുടെ സംരക്ഷണത്തിനായി അയക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. അവരുടെ സംരക്ഷണത്താൽ നിരന്തരം സുരക്ഷിതരാകാനും അവരുടെ സമൂഹത്തിൽ നിത്യമായി ആനന്ദിക്കുവാനുമുള്ള അനുഗ്രഹം അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 23-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അവൻ പറയുന്നതെല്ലാം ആദരപൂർവം അനുസരിക്കണം. അവനെ പ്രകോപിപ്പിക്കരുത്. എൻ്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല. അവൻ്റെ വാക്ക് കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും. നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയുമായിരിക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുൻപേ പോയി നിന്നെ അമോര്യർ, ഹിത്യർ, പെരീസ്യർ, കാനാന്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും. അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചേക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായി എഴുതിയ
വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യം നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ഇന്നത്തെ ദൈവവചനം ആദ്യത്തെ വായനയും പ്രതിവചന സങ്കീർത്തനവും സുവിശേഷവും മാലാഖമാരുടെ സാന്നിധ്യവും അവരുടെ സംരക്ഷണവുമാണ് നമ്മെ അനുസ്മരിപ്പിക്കുക. വചനത്തിൽ വെളിപ്പെട്ടിട്ടുള്ള ഒരു വലിയ സത്യമാണ് മാലാഖമാരുടെ സാന്നിധ്യവും അവർ നമ്മുടെ ജീവിതത്തിൽ സംരക്ഷകരായി വരുന്നു എന്നത്. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. 91 സങ്കീർത്തനം ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ സങ്കീർത്തനത്തിൽ തന്നെ നാം മനസ്സിലാക്കുന്നു, ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മളെ കാത്തുകൊള്ളും. നമ്മുടെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കാൻ അവിടുന്ന് നമ്മളെ സൂക്ഷിച്ചുകൊള്ളും. നമ്മുടെ ആത്മാവ് ദൈവത്തിന് എത്രയോ വിലപ്പെട്ടതാണ് എന്നതാണ് ഈ മാലാഖമാരുടെ സംരക്ഷണം നമ്മെ അനുസ്മരിപ്പിക്കുക. ഇത്രയേറെ സംരക്ഷണത്തിലൂടെ നമ്മെ ദൈവം കാത്തുപാലിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുത്താതെ അവിടുത്തെ പക്കലേക്ക് തിരികെ എത്തുക എന്ന വലിയൊരു ദൗത്യം, മാലാഖമാരുള്ള വിശ്വസ്തത നമ്മളെപ്പോഴും കാത്തുപാലിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. മാലാഖമാരോടും നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. പ്രിയ സഹോദരരെ, ഈ ബലിയോടൊപ്പം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സഭയെ നയിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും മറ്റെല്ലാ സഭാ നേതാക്കന്മാരെയും അങ്ങയുടെ കാവൽ മാലാഖമാർ വഴി സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മാലാഖമാരുടെ സംരക്ഷണം നൽകുന്ന അങ്ങയുടെ അനന്തമായ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ മാലാഖമാരുടെ സംരക്ഷണത്തിൽ നിരന്തരമായിരിക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മുന്നേറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ക്യാൻസർ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പ്രിയദാസൻ ഗബ്രിയേലിന് അങ്ങയുടെ സൗഖ്യസ്പർശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയ്ക്ക് നന്ദി പറയുന്ന ലീന ജോസഫിനും മറ്റെല്ലാ മക്കൾക്കും നന്നായി പഠിക്കുവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾക്ക് നന്ദി പറയുന്ന സെന്റ് പോൾ ബോട്ടിനെയും മത്സ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാവിധ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും മാറി സുഗമമായ മത്സ്യബന്ധനം നടത്തുവാൻ വേണ്ട കൃപ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജന്മദിനം ആഘോഷിക്കുന്ന ബെർജീന കൊറിയ, റോസ് കെവിൻ പുളിക്കൽ, നാദിലിൻ ഡോണർ എന്നിവരെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ പരിപാലനയിൽ അങ്ങയുടെ കാവൽ മാലാഖമാരെ അയച്ച് ഇവരെ കാത്ത് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദര സിഗ്ബർട്ട് ഗോത്തോ, ആന്റണി, ഫ്രാൻസിസ് സൈമൺ, റജീന ആന്റണി, മരിയൻ ഫെർണാണ്ടസ്, ജെയിൻ ഫെർണാണ്ടസ്, ലൂക്ക വർഗീസ്, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കും അങ്ങ് നിത്യസൗഭാഗ്യം കൽപ്പിച്ച് അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, കൊറോണ രോഗബാധയിൽ നിന്നും മറ്റെല്ലാ തിന്മകളിൽ നിന്നും അങ്ങയുടെ കാവൽ മാലാഖമാർ വഴി ഞങ്ങൾ കാത്തുപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഈ കാണിക്കകളോടൊപ്പം സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതികളും അങ്ങയുടെ മാലാഖമാർ അങ്ങയുടെ തിരുസന്നിധിയിൽ എത്തിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടുള്ളണമേ. കാരുണ്യവാനായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവേ, വിശുദ്ധരായ അങ്ങേ മാലാഖമാരുടെ വണക്കത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്കകൾ അങ്ങ് സ്വീകരിക്കുകയും അവരുടെ നിരന്തര സംരക്ഷണത്താൽ ഈ കാലയളവിലെ ആപത്തുകളിൽ നിന്ന് ഞങ്ങൾ മോചിതരായി നിത്യജീവനിലേക്ക് സന്തോഷത്തോടെ എത്തിച്ചേരാൻ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രധാന മാലാഖമാരിലും വിരാജിക്കുന്ന അങ്ങേ മഹത്വം അങ്ങേ പ്രഘോഷണത്താൽ ഞങ്ങൾ പ്രകീർത്തിക്കുന്നത് ഉചിതമാണല്ലോ. എന്തെന്നാൽ മാലാഖ വൃന്ദത്തെ വിശ്വസ്തയോടെ ഞങ്ങൾ വണങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്ന അങ്ങയുടെ മഹത്വത്തിലേക്ക് തന്നെയാണ് അത് തിരികെ എത്തുന്നത്. അവരോടുകൂടെയുള്ള ഏറ്റവും പ്രതാപപൂർണമായ പ്രാഭവത്താൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എത്രയോ മഹോന്നതനാണെന്നും എല്ലാറ്റിനുപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാരുടെ വൃന്ദം അങ്ങേ മഹിമയെ വാഴ്ത്തി പുകഴ്ത്തുകയും ആഹ്ലാദത്തോടെ അവരോടൊന്നു ചേരുന്ന ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും അവരോടൊപ്പം ഒരേ സ്വരത്തിൽ സ്തുതികീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. Sons and
പരിശുദ്ധൻ നിരുപമമേ മഹിമകളാൽ നിറഞ്ഞ മഹിമ പിൻബലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോൽ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുനാഥൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടും സന്യാസികളോടും വിശ്വാസികളോടുമൊത്ത് അങ്ങയുടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും മരിച്ചുപോയി നമ്മളെല്ലാ ബന്ധമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം.
ഞങ്ങളെല്ലാവരിലും കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശുനാഥനെ സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് പരമമായ ആരാധന നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്ന് വന്നേക്കും. മലാഖമാരുടെ സംരക്ഷണം നൽകി നമ്മെ കാക്കുന്ന ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളെ ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് അങ്ങയുടെ സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങൾ ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ക്രിസ്തുനാഥൻ്റെ ശരീരരക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ.
ശാന്തിനികേതനം ദേവാലയം, ശാന്തിനികേതനം ഈ സദനം, ശാന്തപ്രശാന്തം ദേവാലയം. ശാന്തപ്രശാന്തം ഈ ഭവനം, ശാന്തിനികേതനം ദേവാലയം, ശാന്തിനികേതനം ഈ സദനം, ശാന്തപ്രശാന്തം ദേവാലയം. കുളിർമഴയേകിടും സ്വർഗ്ഗപിതാവിൻ തിരുവചനം, കരളിൽ പകരും സന്ദേശം കേൾക്കുകയെന്തോരാനന്ദം, കേൾക്കുകയെന്തോരാനന്ദം. ശാന്തപ്രശാന്തം ഈ ഭവനം, ശാന്തിനികേതനം ദേവാലയം, ശാന്തിനികേതനം ഈ സദനം, ശാന്തപ്രശാന്തം ദേവാലയം. നമുക്കൊരു സ്തോത്രഗീതം ആലപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്രയേറെ വലിയ കൂദാശയാൽ നിത്യജീവന് വേണ്ടി പരിപോഷിതരാകാൻ അങ്ങ് തിരുവുള്ളമായ ഞങ്ങളെ മാലാഖമാരുടെ ശുശ്രൂഷയാൽ രക്ഷയുടെയും സമാധാനത്തിൻ്റെയും മാർഗത്തിലൂടെ നയിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വൈകുന്നേരം 6 മണിക്ക് ജപമാലയും കുർബാനയും ഉണ്ടായിരിക്കും. 2ാം കുടുംബ യൂണിറ്റാണ് ഇന്ന് അതിന് നേതൃത്വം നൽകുക. നമ്മൾ വ്യക്തിപരമായ ജപമാലകൾ എത്തിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ സാധിക്കുമെങ്കിൽ ദിവസം ഒരു 3 ജപമാല എന്ന് പറഞ്ഞത് പഴയ
രീതിയാണ്. ഇപ്പോൾ 4 സെറ്റ് രഹസ്യങ്ങൾ നമുക്കുണ്ട്. ദുഃഖം, സന്തോഷം, മഹിമ, പ്രകാശം. അതുകൊണ്ട് സാധിക്കുന്നത് നമ്മൾ ഓരോ ദിവസവും ഈ മാസത്തിൽ ഈ 4 സെറ്റ് രഹസ്യവും ചൊല്ലുന്ന വിധത്തിൽ 4 ജപമാലകൾ ചൊല്ലാനായിട്ട് പരിശ്രമിക്കുക. അത് നമുക്ക് വളരെ അനുഗ്രഹപ്രദമായിരിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശരണാഗതി